വണ്ടി ഓടിച്ച് പഠിച്ചാല് സർക്കസിൽ വരെ പണി കിട്ടാൻ സാധ്യത. ഇതിലും ഭേദം സർക്കസിലെ മരണക്കിണർ എണ്ണിയായിരുന്നു. ഉള്ളൂ അലാക്കിന്റെ ഔലങ്കഞ്ഞി റോഡിനെ പറയുന്നത്. എവിടെയാണ് മൂസകങ്ങൾ പോയി കിടക്കണത്? എത്ര നേരം ഞങ്ങൾ കാത്തിക്കുന്നത്? എന്റെ ദിവാര, ഈ കുരുവട്ടൂർ റോഡ് കൂടെ വണ്ടി ഓടിച്ച് വരികയെന്ന് പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എംഎറ്റിനെ തെളിച്ച് വരാൻ വലിയ പ്രയാസാ. അത് ശരിയാ. കഴിഞ്ഞ ദിവസം സൈക്കിൾ ഓടിച്ചു പോയ കണാരേട്ടനെ തലകുത്തി മറിഞ്ഞ് വീണിട്ടെ ഹോസ്പിറ്റലാ. നടന്നുപോയ കാതറേ തലകുത്തി വീണിട്ട് 6 സ്റ്റിച്ചാണ് അവന്റെ തലക്കിട്ടിക്കണത്. അപ്പോഴാ സൈക്കിളിൽ പോയ ആള് നമ്മള് പടച്ചോന്റെ കൃപ കൊണ്ട് ഇങ്ങനെ കഴിച്ചിലായി പോവുക. പെൻഷൻ ജയിച്ചാലേ പിറ്റേ ദിവസം റോഡ് ടാർ ചെയ്ത് ശരിപ്പെടുത്തി തരാമെന്ന് നമ്മുടെ മെമ്പർ പറഞ്ഞിരുന്നു. അതെ, അതും പറഞ്ഞു പോയോനെ പിന്നെ ഈ ഏരിയയിൽ കണ്ടില്ലല്ലോ. വോട്ട് ചോദിക്കാൻ നേരെ എന്തൊരു സ്നേഹവും എളിമയും ചിരിയൊക്കെ ആയിരുന്നു. വോട്ട് ചെയ്ത നമ്മളെ പല്ലിളിച്ച് കാണിക്കേണ്ട പരിപാടിയാ മെമ്പർ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണത്. സത്യം. നാട് അമേരിക്ക പോലെ ആക്കുന്ന മെമ്പർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമേരിക്ക ഒന്നും ആക്കണ്ട, നമ്മളെ നാട് നമ്മളെ നാടായിട്ട് തന്നെ ഭംഗിയായിട്ട് കാത്തു സൂക്ഷിച്ചാ മതി. സംസാരിച്ചെന്ന് മീൻ വാങ്ങാൻ മറന്നുപോയി. മത്തിക്ക് എന്താ മൂസക വില? മത്തിക്ക് 200. 200 മൂസക? എന്താ മൂസക്ക, നേരം വിളിക്കുമ്പോ നിങ്ങളെ മീനിന്റെ വില കൂടുക? ഇതേ കണ്ട അലമ്പ് വൈകൂടിയാണ് വണ്ടി ഓടിച്ച് നമ്മൾ വരുന്നത്. ഫസ്റ്റ് ഗിയറിലിട്ടാ ഓടിക്കല്. വണ്ടിക്ക് എത്ര എണ്ണ ചെലവെന്ന് അറിയോ? മാത്രമല്ല ആഴ്ചക്കാഴ്ചക്ക് വർക്ക്ഷോപ്പ് കയറ്റുക, മെയിന്റനൻസ് വർക്ക്. ജനപ്രതിനിധികള് അവരവരുടെ പണി നേരാമണ്ണം ചെയ്യാത്തത് കൊണ്ട് മത്തിക്ക് വില കൂടാനല്ലോ മൂസക. അതാണ് സത്യം. ഈ പറഞ്ഞ വലിയ വർത്താനം മെമ്പറോട് പോയിട്ട് പറയും. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ പോയ മെമ്പറോട് ചോദിക്കേണ്ടി വരും മൂസക്ക. ചോദിക്കാനൊരു ധൈര്യത്തിന് മൂസക്കും കൂടി എന്റെ കൂടെ വരുമോ? നമ്മളെപ്പോഴും റെഡിയാണ്. എന്നല്ലേ 100 രൂപയ്ക്ക് മത്തി മൂസക്ക. അതാണ് കച്ചവടം. സംഗതി വില കൂടുതലൊക്കെ ആണെങ്കിലും ഉഗ്രം മത്തിയാട്ടോ. പൊരിച്ചാലും കറി വെച്ചാലും സൂപ്പറാണ് സാധനം. പൊരക്കന്നെയല്ലേ? പൊരക്കന്നെ പൊരക്കി. അപ്പൊ ശരി. ഓ ശരി ശരി. ഓ എന്റെ പറച്ചോനെ, എന്നാണ് മനുഷ്യന് മര്യാദയ്ക്ക് ഒരിത്തിരി വെള്ളം കിട്ടുക? പൈപ്പ് തുറന്നാൽ ഒന്നീര് കാറ്റ്, അല്ലെങ്കിൽ 1-2 തുള്ളി വെള്ളം പിരിയും. അത് പൈപ്പിന്റെ കണ്ണീരാന്നാ തോന്നുന്നത്. ആരോടാ വർത്താനം പറയണേ? പൈപ്പിനോടോ? ആണ് വാത്തോ. ഈ പൈപ്പ് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടോരോട് പറഞ്ഞാല് ഓർക്ക് ചെവി കേൾക്കൂല. ഓരോട് പറഞ്ഞ കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ പൈപ്പിനോട് പറഞ്ഞത്. ഇന്ന് വന്നപ്പോ നിങ്ങക്ക് വെള്ളമില്ല? ഇന്നും വെള്ളമില്ലെന്ന് ചോദിച്ചാല് ഈ പണ്ടാരത്തിനകത്ത് എന്നാ വെള്ളം ഉള്ളത്? അതൊരെനിക്ക് നേരാണ്. ആനക്ക് കിണറുള്ളത് കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് അറിഞ്ഞുകൂടാ. കിണറ്റിന്ന് കോരിയെടുക്കാനുള്ള ബുദ്ധിമുട്ടോ? ഒരു ഒറ്റ നടന്നാലുണ്ടല്ലോ. എടി, എന്റെ മിറ്റത്ത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം കോരിയെടുക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട്. അല്ല, ഒരു കാലം വെള്ളത്തിന് നമ്മൾ എവിടെ പോകുന്ന ഓർക്കുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നമ്മളെ കിണറ്റൊന്ന് കോരിക്കോളൂ കദീസുമ്മ. അതിനേക്കാൾ അടുത്തല്ലോ ഈ പൈപ്പ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മളെ പ്രധാനമന്ത്രിന്റെ കാര്യം പറയും പോലെയാണ് ഈ പൈപ്പിന്റെ കാര്യം. വെള്ളം വന്നാ വന്ന് മൂപ്പര് ഇന്ത്യയിലല്ലോ. മൂപ്പര് വന്നാ തന്നെ വെട്ടിയും കിടക്കെടുത്ത് യാത്രയല്ലേ. അതിനിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രി കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മക്കൂല്ലേ ഒരു പ്രധാനമന്ത്രി? നമ്മളെ വാർഡ് മെമ്പറി ഓനോടാണ് 4 പറയണ്ട്.
ആ 4 പറയണെങ്കിൽ ഓനൊന്ന് കണ്ടു കിട്ടണ്ടേ. ഞമ്മളെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഓൻ വോട്ട് വാങ്ങി ജയിച്ചത് അല്ലേ? പക്ഷെ ഓൻ ജയിച്ചപ്പോ മുട്ടി ഞങ്ങള് കുടിവെള്ളൂ. അതിൻ്റെത് മാത്രല്ല, ഈ അവസ്ഥയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. മെമ്പർക്ക് ഇട്ടൊരു പണി കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ തൊഴിലുറപ്പിന്റെ കുറെ പൈസ തരാണ്ട് കതീസുമ. ജയിച്ചാൽ അന്നപ്പോ തന്നെ പൈസ തരും നോക്കാൻ മൂപ്പര് പറഞ്ഞേ. ഓനിപ്പോ ജയിച്ചിട്ട് മാസം 2-3 ആയില്ലേ. തൊഴിലുറപ്പിന്റെ പൈസ ശരിയാക്കി തരാത്ത ഓനിട്ട് 2 ചവിട്ടെങ്കിലും കൊടുക്കണം. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. ഓനെ ചവിട്ടാനേ നമ്മളെ 2 കാലും ഡെഡിക്കേറ്റ് ചെയ്തേക്കണേ. മതി. നമ്മൾ ഇതിനെതിരൊക്കെ പ്രതികരിക്കണം കതീസുമ്മ. എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. ഈ എപ്പ പ്രതികരിക്കണം എന്ന് പറയുന്നോ അപ്പൊ നമ്മള് റെഡി. ഓക്കേ. എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ്യും, പാത്രം എടുത്തോളി. നമ്മൾ 2 പാള വെള്ളം കൊടുത്തരാം. ഈ നമ്മളെ മുത്താണ്. എന്തേത്താണ് കതീസുമ്മ മത്തി നാർണേ. എന്റെ മീനല്ലേ? നിങ്ങളെ കയ്യുമ്മല നിങ്ങളെ തൊള്ളക്ക് നിങ്ങൾ ആ വക്കറ്റ് എടുത്തുകൊണ്ട് വരികേ. ഇങ്ങോട്ട് പോരീ. നീ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റൂല നാറ്റിച്ചാളും.